home, where my heart is full. Oh, where I don't feel the rain or cold. I see the color through their eyes. Joy of little things in life. I can't fight up in the sky. Joy of little things in life. Hey! Wonder where all feels right. Waking up to tea in my bed. Hey! Wonder where no troubles inside. Everything's at ease instead. Wonder why time can fly, no matter how long it be. Wonder why we're in paradise, no other place so happy. ഈശോയെ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ ഈശോയുടെ മകനായി ജീവിക്കാൻ ഇവനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം പൗലോസിൻ്റെ 90-ാം ജന്മദിന അതിൻ്റെ ആഘോഷം കൂടി ഇന്ന് നടത്താണ്. ഈ കാലയളവിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, കുടുംബത്തിനും കിട്ടിയ അനുഗ്രഹങ്ങൾ, വ്യക്തിപരമായ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളും എല്ലാത്തിനും നമുക്ക് നന്ദി പറയാം. വിശുദ്ധമായ മനസ്സോടും നിർമ്മലമായ ഹൃദയത്തോടും കൂടെ ഈ ബലി നമുക്ക് ഭക്തിപൂർവ്വം അർപ്പിക്കാം. ക്രിസ്തുവിൻ്റെ വെളിച്ചം നിന്റെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും അന്ധകാരത്തെ മുഴുവൻ നീക്കിക്കളയട്ടെ. വത്സല മകനെ, നീ മാമോദീസ വഴിയാണ് തിരുസഭയിലേക്ക് പ്രവേശിച്ചത്, സ്വർഗത്തിന് അവകാശിയായി. അന്ന് നിന്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നിനക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റു പറഞ്ഞു. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുമ്പ് ഈ വിശ്വാസ സത്യങ്ങൾ നീ തന്നെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നു. നമുക്ക് വേണ്ടി പരിശുദ്ധനികാമറയിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച അവിടുത്തെ ഏകപുത്രൻ ഈശോ മിശിഹായിൽ നീ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നീ വിശ്വസിക്കുന്നു. മാമോദീസായിൽ നിന്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നവീകരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവനുമായ പിശാചിനെ നീ ഉപേക്ഷിക്കുന്നു. അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നീ ഉപേക്ഷിക്കുന്നു. പ്രിയമകനെ, ദൈവം നിന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിന്നെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നീ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ടെന്ന പോലെ നിന്റെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ദൈവം ഇതാ അലങ്കരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ അപ്പം നിങ്ങൾ ഭക്ഷിക്കുവിൻ. ഈശോ എന്നും നിങ്ങളിൽ ജീവിക്കാൻ നീ അനുവദിക്കുവിൻ. വേണ്ടി
ഇവരുടെ ജീവിതത്തിൽ തന്നെ അങ്ങേപ്പക്കൽ അവരെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങേക്ക് മാത്രം വരുവാൻ കഴിയുന്ന ജീവിതം ഇവർക്ക് നൽകണമേ. സ്വന്തം പ്രവർത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കുവാനുള്ള ശുഭലാഭവും ഇവരിലായിരിക്കുന്ന ഇപ്രായത്തിൽ അവിടുത്തെ തന്നെ ഇവർക്ക് ജീവനും മാതൃകയും ആയിത്തീരുവാൻ ഇവരെ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ മരണബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം തുറന്ന് ഇവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇവരെ അനുഗ്രഹിക്കരുത്. അങ്ങിൽ നിന്ന് തെറ്റിപ്പോകുവാൻ ഇവരെ ഒരിക്കലും അനുവദിക്കരുത്. ഇവർ അങ്ങേ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തരീക്ഷത്തിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ ഇവർ വന്നെത്തട്ടെ. അങ്ങേ ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. തിരുനാമത്തെ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും ശാന്തി പ്രത്യാശയുമെന്നേ. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും ശാന്തി പ്രത്യാശയുമെന്നേക്കും. നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ഇന്ദ്രാജ്യം വന്നിടണമേ. ഇവിടെ ഭവിക്കണമേ. ഞങ്ങൾ കടങ്ങൾ ഞങ്ങൾക്കുള്ള കടം പാപത്തിൻ കടബാധ്യതയും
അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. രാജ്യം ശക്തി മഹത്വങ്ങൾ ആവതമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം നീയാകുന്നു. നിന്റെ ശരീരരക്തങ്ങൾ നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനോർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിന്റെ ശരീരരക്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്നതിന് അണിഞ്ഞിരിക്കുന്ന നിന്റെ മകനെ അനുഗ്രഹിക്കണമേ. നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ഈ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതാപൂർവം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാവിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതിനാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂട് നൽകുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നിൻ സ്തുതിഗാനങ്ങൾ പാടുന്നു. മർത്യനു നിത്യമഹോന്നതമാ നീ അരുളുന്നു. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആദരവേ, കാരുണ്യ
കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. ഗുരു അനുഗ്രഹിക്കട്ടെ. പുതിയ ഉടമ്പടി. കർത്താവിൽ നിന്നു എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ബലമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഈ പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. പതിയുമ്പോ മനസ്സിൽ താമസം നീങ്ങുന്നു. മണ്ണിൽ കൂടിയുളരുന്നു വചനം പതിയുമ്പോൾ മനസ്സിൽ തടസ്സമേറുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാരം സുവിശേഷം ശ്രവിക്കുക. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 6 47 മുതൽ 59 വരെയുള്ള തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ
ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്തുതി. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവവും കാൽത്താരിൽ കാണിക്കയായി സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവവും കാൽത്താരിൽ കാണിക്കയായി സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം. നീയൻ അരികിൽ വന്നു, ഉള്ളം തരളിതമായി, കാതിൽ തിരുമൊഴി കേട്ടു. നീയൻ പൈതലല്ലേ, ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു. നാ
ഈശോതൻ നാദം. മഹിയും മഹിതാശകളും എന്നെ പുൽകിടുമ്പോൾ എന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ. എൻഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയട്ടെ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയട്ടെ. സ്വർഗവാതിൽ തുറന്നു ഭൂമി കളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി കളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും സന്തമേറുന്ന ദീപമേ. മാമോദീസായുടെ പുതുജന്മവും മിശിഹായുടെ മൗദ്യശരീരത്തിൽ അംഗത്വവും നിത്യജീവനുള്ള അവകാശം ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെയും മുദ്രിതനാക്കണമേ. അപപിതാവിൽ നങ്ങി വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ ഈ ദാസന് നൽകണമേ. കൈവയ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും സഭയുടെ വിശ്വസ്തദാസനുമായി ജീവിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവനിൽ നിറയ്ക്കട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായി ജീവനം നയിക്കുവാൻ ഈ ദാസനിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മാമോദിസ സ്വീകരിച്ച ആന്റണി പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദാസൻ സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാവര പൂർണ്ണതയും ഇവൻ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഈ ദാസനെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഇവനിടയാക്കുകയും ചെയ്യട്ടെ. ദൈവം നമ്മുടെ കർത്താവേശോ മിശിഹാ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തന്റെ ജീവദായകമായ ശരീരത്വങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും നിത്യജീവിതത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. മിശിഹായുടെ ജീവദായകമായ തിരുശരീരക്തങ്ങൾ ആദ്യമായി സ്വീകരിച്ച നിന്നെ അവിടുന്ന് തന്റെ സ്നേഹത്തിൽ നിലനിർത്തുകയും ലോകവ്യാമോഹങ്ങളിൽ പെടാതെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ശിശുസഹജമായ നൈർമല്യത്തിലും ദൈവാശ്രയബോധത്തിലും വളർന്നു വരുവാൻ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെ മുമ്പിൽ പ്രീതിയിലും വളർന്നു വരുവാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുവാൻ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ഭവനം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും വാസസ്ഥലമാകട്ടെ. ഇന്നത്തെ തിരുകർമ്മങ്ങളിൽ സംബന്ധിച്ച് നിന്നെയും നിന്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ബന്ധുമിത്രങ്ങളെയും മറ്റുള്ളവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ാകുവാൻ പരിശുദ്ധന് കാമരത്തെ തിരഞ്ഞെടുത്ത ദൈവമേ, ഈ കൊന്തയെ ആശീർവദിക്കണമേ. മിശിഹായുടെ മരണത്തെയും ജീവിതത്തെയും മഹനീയമായ ഉത്ഥാനത്തെയും പറ്റി ചിന്തിച്ചുകൊണ്ട് ജീവിതം നവീകരിക്കുവാൻ ഇത് ഞങ്ങളെ സഹായിക്കട്ടെ. സന്തോഷത്തിലും ദുഃഖത്തിലും സമചിത്തരായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ലോകരക്ഷകനായ മിശിഹായെ, അങ്ങയോടും അങ്ങയുടെ മാതാവായ കർമ്മലനാഥയോടുമുള്ള സ്നേഹം ഞങ്ങളിൽ വർദ്ധമാനമാക്കാൻ വേണ്ടി ധരിക്കുന്ന ഈ ഉത്തരിയും ആശീർവദിക്കണമേ. പരിശുദ്ധനികാമരത്തിന്റെ മധ്യസ്ഥതയാണ് ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും അങ്ങയുടെ പ്രസാദപരത്തിൽ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. We have fallen down again tonight. In this world it's hard to get it right. Trying to make your heart feel like a glove. What it needs is love, love, love. Everybody wants to love. Everybody wants to be loved. Oh, 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 oh. Everybody wants to love. Everybody wants to be loved. Oh, 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 oh. Happy is the heart that still feels pain. Darkness drains and light will come again. Swing open up your chest and let it in. Just let the love, love, love begin. Everybody wants to love. Everybody wants to be loved. Oh, 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 oh. Everybody wants to love. Everybody wants
everybody falls for love. 90-ന്റെ നിറവിൽ ഞങ്ങളുടെ അപ്പാപ്പൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് 90 വയസ്സ് അഥവാ നവതി. ദൈവാനുഗ്രഹത്തിന്റെ വലിയ ഉദാഹരണവും മാതൃകയുമാണത്. നവതി കേവലം സമയത്തിന്റെ അല്ലെങ്കിൽ കാലത്തിന്റെ ഒരു അളവ് മാത്രമല്ല, കടന്നുപോയ ഒരു കാലഘട്ടത്തിന്റെ, സഹനത്തിന്റെ, ക്ഷമയുടെ, അളവില്ലാത്ത സ്നേഹത്തിന്റെ, കരുതലിന്റെ, അനന്തമായ അറിവിന്റെ ഒരു അളവുകോൽ കൂടിയാണ്. Wishing the warmth and happiness of the 90th birthday of an extraordinary person, our beloved patriarch, ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പാപ്പൻ. 6 മക്കളുടെയും 6 മരുമക്കളുടെയും 16 പേരക്കുട്ടികളുടെയും അപ്പാപ്പനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പാപ്പന് ഈ അവസരത്തിൽ സന്തോഷം കൂട്ടുന്ന ഒന്ന്, അപ്പാപ്പന്റെ ഏറ്റവും ഇളയ പേരക്കുട്ടി ഓസ്റ്റിന്റെ ആദ്യ കുർബാന സ്വീകരണം കൂടിയുണ്ട്. ഇരുവരുടെയും ഈ ചടങ്ങിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ പേരക്കുട്ടികളിൽ ഏറ്റവും മൂത്ത ഫെൽവിൻ ചേട്ടനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അപ്പാപ്പ ഓസ്റ്റിൻ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും, ബന്ധുമിത്രാദികൾ, അയൽവക്കക്കാർ, ഇടവാംഗങ്ങൾ, നിങ്ങളെല്ലാവർക്കും വെൽക്കം പറയാമെന്നുള്ള ഒരു കർത്തവ്യമാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. 90 വയസ്സ് എന്ന് പറയുന്നത് ഒരു വളരെ നീണ്ട ഒരു വയസ്സാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കാലയളവിൽ 6 മക്കളെ വളർത്തി വലുതാക്കി അവരോരോരുത്തരെയും ഓരോ ജീവിതാന്തസ്സുകളിൽ ആക്കുകയും പേരക്കുട്ടികളുടെ മക്കളും വരെ എത്തി. അപ്പൊ എല്ലാവിധ ആശംസകളും നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ അപ്പാപ്പന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ ഒരു സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആദ്യമായി ഈശോയെ സ്വീകരിച്ച നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ അപ്പാപ്പന്റെ ഏറ്റവും ഇളയ പേരക്കുട്ടിയായ ഓസ്റ്റിന് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു വേദിയിലേക്ക് വരികയും ഇതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു കുടുംബത്തിലെ ഏറ്റവും മധുരകരമായ ഓർമ്മ എപ്പോഴും മധുരത്തിന്റെ കൂടെയായിരിക്കും. ഇന്ന് ഈ വേദിയിൽ ഈ സന്തോഷം ഒരു കേക്ക് മുറിച്ച് പങ്കുവെക്കുന്നതിന് വേണ്ടി അപ്പാപ്പനെയും ഓസ്റ്റിനെയും കേക്ക് മുറിക്കാൻ ക്ഷണിക്കുന്നു. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി അപ്പാപ്പന്റെ മൂത്ത മരുമകനായ അഡ്വക്കേറ്റ് മാത്യു ഫ്രാൻസിസിനെ നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അത്രയും പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ പേരക്കുട്ടിയായ ഓസ്റ്റിൻ കുർബാന സ്വീകരണം കഴിഞ്ഞ് ദൈവത്തെ സ്വീകരിച്ച് സഭയിൽ വളർന്നു വലുതായി സ്ഥായിയായിട്ട് ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ വേണ്ടി കർത്താവ് അനുഗ്രഹിച്ചൊരു ദിവസം. അതുപോലെ തന്നെ അപ്പാപ്പൻ ശരിക്കും പറഞ്ഞ പേരക്കുട്ടി 4ാം തലമുറയായിട്ട് വരും. അപ്പച്ചൻ്റെ നവതിയുടെ ആഗമനത്തിലായിട്ടിരിക്കുകയാണ്. എല്ലാം 90 വയസ്സിനെ കുറിച്ച് നമുക്കറിയാം. ഇറ്റ്സ് എ ലോങ് ലൈഫ് സ്പാൻ. എല്ലാവർക്കും അത് കിട്ടില്ല. അനുഗ്രഹം ദൈവം അനുഗ്രഹിച്ചാൽ മാത്രമാണ് നമുക്കത് കിട്ടുക. അത് ഒത്തിരി കടമ്പകളും ഒത്തിരി വിഷമങ്ങളും ഒത്തിരി ബുദ്ധിമുട്ടുകളും താണ്ടി നമ്മളിവിടം വരെ എത്തി. അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തമായിട്ട് നമുക്ക് കണക്കൂട്ടാം. എല്ലാവരും ആഘോഷത്തിമിർപ്പിലാണ്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് when I came to here as a son-in-law, the father was hardly a middle-aged person, and from there time have took him to come to the age of 90. But at the same time, there is a lot of troubles
hurdles, everything has come in between. But that has been suffered and it has been intervened. And ഇപ്പോൾ എത്തി നിൽക്കുന്ന ആ നവതി എന്ന് പറയുന്നതിന് ആഘോഷത്തെ മുൻപിൽ നമുക്ക് ആലോചിക്കുമ്പോൾ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിൽക്കാൻ പറ്റുന്നത്. ഒന്നുമില്ലായിരുന്ന ദൈവം നമ്മെ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ ദൈവസ്തുതി പാടാനായിട്ട് നമുക്ക് നാവുകളും ഉണ്ടാവില്ല. എന്നും ഇപ്പോഴും നമുക്ക് ഇതുപോലെ ദൈവസ്തുതിക്കായിട്ട് ജീവിക്കുവാനും മറ്റുള്ളവരുടെ നന്മയിലും മറ്റുള്ളവർക്കും വേണ്ടി ആഘോഷിക്കുവാനും മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കാനും നമ്മുടെ ജീവിതമുണ്ടായാൽ എന്നും അതൊരു ഓർമ്മയായിരിക്കും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തികൾ നമ്മളെ ഓർമ്മിപ്പിക്കും. ആരാണെന്നുള്ളത് നമുക്ക് ജീവനോടെ പറയാൻ സാധിക്കും. പക്ഷെ നമ്മൾ ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മളെക്കുറിച്ച് ഓർക്കുന്നത് അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്ത നന്മകളെ കുറിച്ചാണ്. ഏതായാലും നവതിയുടെ തികവിൽ നിന്നിരിക്കുന്ന അപ്പച്ചന് ഒത്തിരി ആയുസ്സും ഒത്തിരി ദീർഘായുസ്സും ഇനിയും കുറേ ആളും കൂടി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഓസ്റ്റിന് ഇനിയും നമുക്ക് തുടങ്ങാനിരിക്കുന്ന ജീവിതം നല്ലതായി ആക്കി അവസാനം വരെ ദൈവത്തിലായിരിക്കുവാനും എല്ലാവർക്കും സന്തോഷമായിട്ട് ദൈവത്തിൽ എത്തിച്ചേരാനുള്ള ഇച്ഛ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നിവിടെ അപ്പാപ്പന് വേണ്ടി ഒരു പാട്ട് പാടി അപ്പാപ്പനൊരു ആശംസ നേരാൻ ഡാനി ചേട്ടനെ ക്ഷണിക്കുന്നു. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനിൽ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനിൽ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെങ്കിലും ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനിൽ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനിൽ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതെന്നാലും അങ്ങിൻ മുൻപേ പോയാൽ ഭയമില്ലേ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കു
സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. അപ്പാപ്പന ആശംസകൾ നിങ്ങൾ സംസാരിക്കാൻ അപ്പാപ്പൻ്റെ ഏറ്റവും ഇളയ മകളായ എൻ്റെ അമ്മയെ ജോളി ടൈറ്റസിനെ ക്ഷണിക്കുന്നു. കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ അതീവ സന്തോഷവും അഭിമാനവും നിറഞ്ഞ ഒരു ദിനമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തറയും വഴികാട്ടിയും അനുഗ്രഹവുമായ പ്രിയപ്പെട്ട അപ്പച്ചൻ 90-ാം പിറന്നാൾ ആഘോഷിക്കുകയും അപ്പച്ചൻ്റെ 16-ാമത്തെ പേരക്കുട്ടിയായ ഓസ്റ്റിൻ മോൻ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്ത സുന്ദര ദിനം. 7 കുഞ്ഞുമക്കളുടെ മുത്തപ്പാപ്പൻ, 16 പേരക്കുട്ടികളുടെ അപ്പാപ്പൻ, 6 മക്കളുടെയും മരുമക്കളുടെയും വാത്സല്യനിധിയായ അപ്പച്ചൻ, 2 ഭാര്യമാരുടെ സ്നേഹം നിറഞ്ഞ ഭർത്താവ്, നമ്മുടെ കൂടെയുണ്ടായിരുന്ന 2 അപ്പാപ്പന്മാരുടെ പ്രിയങ്കരനായ മരുമകൻ. പിറന്നാൾ ആഘോഷത്തിൻ്റെ തൊപ്പിയിലെ അപ്പച്ചൻ്റെ പൊൻതൂവലുകളാണ് ഇതെല്ലാം. ഇത് വളരെ ചുരുക്കം ചിലർക്ക് മാത്രം ലഭിക്കുന്ന ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. 90 വർഷങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്ര ചെറിയ യാത്രയല്ല. അത് അനുഭവങ്ങളുടെ ഒരു മഹാസമുദ്രമാണ്. കാലത്തിൻ്റെ പല മാറ്റങ്ങളും കണ്ടു. ജീവിതത്തിലെ അനവധി സന്തോഷങ്ങളും പരീക്ഷണങ്ങളും നേരിട്ട് കുടുംബത്തെ സ്നേഹത്താലും പ്രാർത്ഥനയാലും ഒന്നാക്കി നിർത്തിയ ഒരാളാണ് നമ്മുടെ അപ്പച്ചൻ. കാലം പഠിപ്പിക്കാത്തത് ജീവിതം പഠിപ്പിക്കും എന്നൊരു പഴമൊഴിയുണ്ട്. അപ്പച്ചൻ്റെ ജീവിതം തന്നെ അതിന് തെളിവാണ്. പുസ്തകത്തിൽ നിന്ന് മാത്രം ലഭിക്കാത്ത അറിവ് ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് അപ്പച്ചൻ സ്വന്തമാക്കിയത്. ഈ അറിവ് ഇന്ന് നമ്മൾക്കുള്ള ഏറ്റവും വലിയ സമ്പത്താണ്. ജീവിതത്തിലെ ഓരോ വെല്ലുവിളികളെയും സധൈര്യം നേരിട്ട് കുടുംബത്തിനായി ഒരുപാട് ബുദ്ധിമുട്ടി 6 മക്കളെയും ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും എല്ലാം പഠിപ്പിച്ച് അതോടൊപ്പം തന്നെ അവരിലെ കലാവാസനകളെ കണ്ടെത്തി പാട്ടും ഡാൻസും പ്രസംഗവും എല്ലാം പഠിപ്പിച്ച് ഞങ്ങളെ ഓരോ നിലകളെത്തിക്കുവാനും ഞങ്ങൾക്ക് 6 പേർക്കും പറ്റിയ ജീവിതാന്തസ് തിരഞ്ഞെടുത്ത് തരുവാനും അപ്പച്ചൻ ചെയ്ത ത്യാഗത്തെ വളരെ നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു. ഇതുപോലെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ലെങ്കിലും നല്ല കുടുംബനാഥന്മാരും കുടുംബനാഥമാരുമാകുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നത് അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾക്ക് ചെയ്ത ത്യാഗത്തിൻ്റെ മുതൽക്കൂട്ടുകളാണ്. പ്രിയപ്പെട്ട അപ്പച്ച, 90 വർഷങ്ങളുടെ ഈ മനോഹര ജീവിതയാത്രയിൽ നിങ്ങൾ വിതച്ച സ്നേഹത്തിൻ്റെ വിത്തുകളാണ് ഇന്ന് വലിയ വൃക്ഷമായി വളർന്നിരിക്കുന്നത്. അപ്പച്ചൻ്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഇന്ന് അഭിമാനത്തോടെ അപ്പച്ചൻ്റെ മുൻപിൽ നിൽക്കുന്നു. അപ്പച്ചൻ്റെ ജീവിതത്തിലെ മറ്റൊരു വലിയ ശക്തി ദൈവവിശ്വാസമാണ്. എന്നും രാവിലെ പള്ളിയിൽ പോകുന്ന അപ്പച്ചനെയും അമ്മച്ചിയെയും കണ്ടു വളർന്ന ഞങ്ങൾ ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ കൈവിടാതെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ പഠിപ്പിച്ചു. ആ അപ്പച്ചന് ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന 6 മക്കളും മരുമക്കളും ഉണ്ടായതിൽ അത്ഭുതത്തിന് വകയില്ല. ദിവസവും ചൊല്ലുന്ന കരുണക്കൊന്തയിൽ എല്ലാ മക്കളുടെയും മരുമക്കളുടെയും പേരക്കുട്ടികളുടെയും പേരെടുത്ത് ചെല്ലുന്ന അപ്പാപ്പന്മാർ വേറെയുണ്ടാകുവാൻ ബുദ്ധിമുട്ടാണ്. കൈയറിഞ്ഞു കൊടുക്കുന്നവൻ ഒരിക്കലും ശൂന്യമാകില്ല എന്ന ചൊല്ലുപോലെ പലർക്കും കരുതലും ആശ്വാസവും നൽകുന്നത് അപ്പച്ചനും അമ്മച്ചിയും നൽകുന്നത് കണ്ടാണ് ഞങ്ങൾ വളർന്നത്. നല്ല വാക്കുകൾ കൊണ്ടും സ്നേഹമുള്ള സമീപനത്തിലൂടെയും സഹായഹസ്തം നീട്ടിയാണ് അപ്പച്ചൻ ജീവിതം നയിച്ചത്. 2 ഭാര്യമാരും 2 അപ്പാപ്പന്മാരും അസുഖബാധിതരായി മരിച്ചപ്പോൾ അവർക്ക് അപ്പച്ചൻ കൊടുക്കുന്ന ശുശ്രൂഷ കണ്ടിട്ടാണ് ഞങ്ങൾ ചെന്ന ഭവനങ്ങളിലും ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ നന്നായി ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾ പഠിച്ചത്. 3-4 കൊല്ലത്തോളം അമ്മച്ചിയെ വെല്ലൂര് കൊണ്ടുപോകുമ്പോഴും അപ്പച്ചൻ്റെ 6 മക്കളും പ്രായപൂർത്തിയായിട്ടുണ്ടായി. ഒരിക്കൽ പോലും ഞങ്ങൾക്കാർക്കും അമ്മച്ചിയുടെ കൂടെ പോവാൻ അവസരം കിട്ടിയിട്ടില്ല. പഴയകാല ജീവിതാനുഭവങ്ങളും മൂല്യങ്ങളും മക്കൾക്കും പുതുതലമുറയ്ക്കും പഠിക്കാൻ കഴിയുന്ന ജീവിച്ചിരിക്കുന്ന ഒരു പാഠപുസ്തകമാണ് അപ്പച്ചൻ. ഇന്നും എന്നും കൃത്യം 8 മണിയാകുമ്പോൾ പോളിയുടെയും ലിൻസിയുടെയും 3 മക്കളെയും അടുത്തു നിർത്തി മുട്ടുകുത്തിച്ച് കൊന്ത ചൊല്ലുന്ന അപ്പച്ചൻ എനിക്ക് ഇന്നും ഒരു അത്ഭുതമാണ്. ഈ വേദിയിൽ
അപ്പച്ചനോട് എനിക്ക് പറയാനുള്ളത് നന്ദി മാത്രമാണ്. അപ്പച്ച, ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിനും ത്യാഗത്തിനും പ്രാർത്ഥനകൾക്കും ജീവിത പാഠങ്ങൾക്കും ഒരുപാട് നന്ദി. ഈ സന്തോഷ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇനിയുള്ള നാളും ആരോഗ്യവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമെന്നും നമ്മുടെ വീട്ടിൽ നിന്ന് മരിച്ചുപോയ രണ്ടപ്പാപ്പന്മാർക്കും അമ്മമാർക്കും ഡോൺമോനും നിത്യശാന്തി നൽകണമെന്നും. അവസാനമായി ഒരു വാക്ക്, വീട്ടിലെ വിളക്ക് അണയാതിരിക്കാൻ അതിൻ്റെ വെളിച്ചത്തെ ആദരിക്കണം. നമ്മുടെ കുടുംബത്തിൻ്റെ വെളിച്ചമാണ് അപ്പച്ചൻ. എല്ലാവിധ പിറന്നാൾ ആശംസകളും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഡോണിന് നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഓസ്റ്റിനോട് എനിക്ക് പറയാനുള്ളത്, ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഓസ്റ്റിനല്ല ഇന്ന് മുതൽ ഈശോയെ വഹിക്കുന്ന ഈശോയുടെ വാഹനമായിട്ടാണ് ഓസ്റ്റിൻ. അതുപോലെ പെരുമാറുകയും വേണം. പ്രവൃത്തി മാത്രം പോരാ, പെരുമാറണം, പ്രാർത്ഥന ശ്രദ്ധ ഉണ്ടാവണം, കാരണവന്മാരെ അനുസരിക്കണം, നല്ല കുട്ടിയായിട്ട് വളരണം. സ്കൂളിലും അന്നന്ന് പഠിപ്പിച്ച വിഷയം അന്നന്ന് തന്നെ പഠിക്കണം. അതാണ് ഏറ്റവും വലിയ മാർഗം. അത് മൊബൈൽ വളരെ ഒഴിവാക്കാനും ശ്രമിക്കണം. അത് കാരണവന്മാർ അല്പം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ പൗലോസിനെ പറ്റി പറഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പം മുതലേ കൂട്ടുകാരായിരുന്നു. നമ്മളൊക്കെ ഈ ലോകത്ത് യാത്രക്കാരാണെന്നാണ് പറയപ്പെടുന്നത്. ജീവിതത്തിൽ ഓരോ വർഷവും ഓരോ മയിൽക്കുറ്റികൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര മയിൽക്കുറ്റി പിന്നിട്ടു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് പൗലോസിനും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി എത്രയുണ്ടെന്നുള്ളത് നിങ്ങൾക്കൊക്കെ ആലോചിക്കാമെങ്കിലും പ്രായമായ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. ഇനി എത്രയാണ്, പേടിയാണ് അത് ഓർക്കുമ്പോഴും. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിച്ചില്ല. ഈ സന്ദർഭം ഒന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കുക, മറ്റൊന്നൊന്ന് മുമ്പോട്ട് നോക്കുക. പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും കറക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ ആ കറക്ഷൻസ്, ആ തെറ്റുകൾ തിരുത്തി വിജയകരമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. പിന്നെ ചെറുപ്പത്തിൽ ഞങ്ങൾ 4 പേരാണ് സ്കൂളിൽ ഒന്നിച്ചു പോയിരുന്നത്. ഒരു കെ ജി ജോസ്, ഞങ്ങളുടെ കർശനായ അഡ്വക്കേറ്റ് ജോസഫ്, ഞാൻ പൗലോസ്. ഇവിടെ മുതൽ ചൂണ്ടാന്തിരുത്തി വരെ നടന്നു പോകും. അതിൽ ലീഡർ പൗലോസായിരുന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നല്ല വാചകം. രണ്ടാമത്തെ കാര്യം, കച്ചവടം ഉണ്ടായിരുന്നുകൊണ്ട് അല്പസ്വല്പം കേസിൽ പണം ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങളുടെ ലീഡറായിട്ടാണ് പൗലോസ് വന്നിരുന്നത്. സ്കൂളിലും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ ഒരേ ക്ലാസ്സിലായിരുന്നു. പക്ഷേ എവിടെ വെച്ച് തെറ്റി എന്നുള്ളത് എനിക്കോ പൗലോസിന് ഓർമ്മയില്ല. 1955 ഞാൻ SSLC എഴുതി. നമ്പർ 24,915. പിറ്റേ വർഷമാണ് പൗലോസ് അതിനെഴുതിയത്. അത് എവിടെ തെറ്റിയെന്ന് ഞാൻ ചോദിച്ചു എന്നാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഓർമ്മയില്ലാത്തതുകൊണ്ട് ആ കാര്യം വിട്ടുകളയാണ്. പിന്നെ SSLC കഴിഞ്ഞു. ചുമ്മാ തെക്കുവടക്കൊക്കെ നടക്കുകയാണ്. കൃഷി മുകളിലേക്ക് പോകേണ്ടതെന്നാണ് അപ്പാപ്പൻ്റെ നിർബന്ധം. അതുകൊണ്ടാണ് തെക്കുവടക്കും കൃഷിയൊക്കെ ആയിട്ട് നടന്നത്. അപ്പനും തോന്നിയത് ശരിയാവില്ലെന്ന് അപ്പാപ്പൻ്റെ പിടിവിടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ നടക്കുന്ന കാലത്താണ് പൗലോസിന് അന്ന് കഥാപ്രസംഗത്തോട് വലിയ താല്പര്യമായിരുന്നു. കഥാപ്രസംഗത്തിൻ്റെ ഒരു കാലമായിരുന്നു അന്ന്. കൈവാപ്പറമ്പൻ്റെ കഥാപ്രസംഗങ്ങൾ ഞങ്ങൾ നടന്നു പോയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് അദ്ദേഹം എഴുതിയത് ഒരു കഥാപ്രസംഗം എഴുതി, ധൂർത്തപുത്രൻ. 4 സ്റ്റേജുകളിലെങ്കിലും അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അന്ന് മുതൽ യുവൈ പൗലോസ് സാധ്യൻ പൗലോസായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് കുറേ കാലത്തൊക്കെ എങ്കിലും. അതുപോലെ തന്നെ പള്ളിയിൽ അന്നൊക്കെ ഇടവക ദിനമാണ്, ഭക്തസംഘടനകളുടെ വാർഷികമാണ്. ഒരു 8-10 വർഷമെങ്കിലും ഞങ്ങൾ പള്ളിയിൽ നാടകം അഭിനയിച്ചിട്ടുണ്ട്. 10-12 നാടകങ്ങളിലെങ്കിലും ഞങ്ങൾ ഒരുമിച്ചാണ് അഭിനയിക്കുന്നത്. അതിൽ പൗലോസായിരുന്നു മെയിൻ പാർട്ട്. അന്ന് അഭിനയിച്ചതിൽ അർക്കല ജോസഫ് മാഷ്, പൈലി മാഷ്, പിന്നെ ബേബി, IA പൗലോസ്, അങ്ങനെ കുറച്ച് പേരുള്ളതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രമേ ബാക്കിയുള്ളൂ. വേറെ ആരും തന്നെ ഇപ്പോൾ ഇല്ല എന്ന് വേണം പറയുന്നത്. ഞാനും ഏതാണ്ട് 90-ലേക്ക് കിടന്നിരിക്കുകയാണ് ഇപ്പോൾ 4-ാം തീയതി. അപ്പോൾ അതൊക്കെ ഇനി എത്ര കാലം മുമ്പോട്ട് പോകുമെന്നുള്ളത് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. ഏതായാലും ഒരു സന്തോഷ ജീവിതമാണ് ദൈവം അനുഗ്രഹിച്ചിട്ട് പൗലോസിന് കൊടുത്തിരിക്കുന്നത്. നല്ല ആരോഗ്യം, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആരോഗ്യമുള്ള ആളായിരുന്നു പൗലോസ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ചെറിയൊരു അസുഖം അതിൽ പിടിപെട്ട് അല്പം ഒരു കിടപ്പ് എന്നുള്ളൊരു തോന്നലിലേക്ക് വന്നത്. ഇതൊക്കെ മാറും. ഇതിലും വലിയ അസുഖങ്ങളുണ്ടായവർ രക്ഷപ്പെട്ട് ചൊടിയായിട്ട് നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ കാറൊന്നും ഓടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നടന്ന് പള്ളിയിൽ പോകാനും അത്യാവശ്യ കാര്യങ്ങൾക്ക് സാധിക്കും. ഏതായാലും ആ സന്തോഷം ജീവിതം നയിച്ചതിന് വളരെയധികം നന്ദി ദൈവത്തോട് പറയുകയാണ്. പിന്നെ ഈ സന്ദർഭത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് സപ്തതി, നവതി, ഇത് കഴിഞ്ഞാൽ സെഞ്ചുറിയാണ്. അപ്പോൾ അടുത്ത ഘട്ടം സെഞ്ചുറി ആയിരിക്കും.
അതിലേക്കും കിടക്കട്ടെ എന്നുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. ഒരു തീസായേ അമ്മ ദൈവത്തിരുവാകാൻ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. മീകൾ നിറയുമ്പോൾ അമ്മ മഴവില്ലാത്തെളിയും, മുയകളിടരുമ്പോൾ എന്നോട് സ്വരമായി തീനീടും. മീകൾ നിറയുമ്പോൾ അമ്മ മഴവില്ലാത്തെളിയും, മുയകളിടരുമ്പോൾ എന്നോട് സ്വരമായി തീനീടും. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് സ്വന്തം അമ്മ നീയേ. താങ്ക് യു. അടുത്തതായി അപ്പാപ്പൻ്റെ സുദീർഘമായിരുന്ന ഔദ്യോഗിക ജീവിതത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടുള്ള ഒരു മൊമെൻ്റോ അപ്പാപ്പനെ സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പാപ്പൻ്റെ രണ്ട് മക്കളെയും എബ്രഹാം പോളിനെയും പോളിയച്ചാച്ചനെയും ലിച്ചാച്ചനെയും പോളിയച്ചാച്ചനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും മുതിർന്ന സഹോദരനാണ് പൗലോസേട്ടൻ. കൂടാതെ ഇവിടെ വന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾ എല്ലാവർക്കും എൻ്റെ സ്നേഹത്തോടെ ഞാൻ ഓസ്റ്റിനെ കൂടി വിഷ് ചെയ്തിട്ട് ഈശോയെ സ്വീകരിച്ചിരിക്കുന്ന ഓസ്റ്റിനും ആശംസകൾ. നവതിയുടെ നിറവിൽ 90ൻ്റെ മികവിൽ ഇരിക്കുന്ന പൗലോസേട്ടന് എല്ലാവിധ 90ാം ജന്മദിനാശംസകൾ നേരും. ദൈവം നൽകിയ കഴിവുകൾ കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും കലയിലും കലാരൂപത്തിലും
തൻ്റേതായ വ്യക്തിമുദ്ര പതിച്ച പൗലോസ് ചേട്ടന് ഇനിയുള്ളത് തുടർന്നുള്ള ജീവിതത്തിലും നല്ലവനായ ദൈവം ഇതുപോലുള്ള നല്ല മുഹൂർത്തങ്ങൾ സംഭാവന ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചും അനുഗ്രഹിച്ചും ഞാൻ അവസാനിപ്പിക്കുന്നു. ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ പൗലോസ് ചേട്ടൻ, ഏറ്റവും ഇളയ പേരക്കിടാവ് ഓസ്റ്റിൻ. ഇവിടെ പൗലോസ് ചേട്ടനെ പറ്റി ഒരു കാരിക്കേച്ചർ വരച്ചു. ഞാൻ കിടക്കുന്നത് നമ്മുടെ ഫാമിലി ട്രീയിൽ പൗലോസ് ചേട്ടൻ്റെ സ്ഥാനം. ഒരു ഔസേപ്പാപ്പൻ വന്നു. അപ്പാപ്പന് ഒരു മകനുണ്ടായി, ഇട്ടീച്ചനപ്പാപ്പന് 7 പെൺമക്കളുണ്ടായി. അവരെ നമ്മൾ അന്നത്തെ കാരണന്മാർ 100 കൊല്ലം മുമ്പ് പല സ്ഥലത്തായിട്ട് കെട്ടിച്ചു. നല്ല നല്ല ബന്ധുക്കളായിരുന്നു. അപ്പോൾ ഈ 7 അമ്മാമ്മമാർക്കും പാറക്കടവിലും കൂടി 8 ഇട്ടീച്ചന്മാരുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 8 ഇട്ടീച്ചന്മാരും പ്രഗത്ഭന്മാരായിരുന്നു. ആ പ്രഗത്ഭനായ പാറക്കടവിൽ ഇട്ടീച്ചൻ്റെ മൂത്ത മകനാണ് പൗലോസ് ചേട്ടൻ. ഞാനത് പറയണത് എന്താണെന്ന് വെച്ചാൽ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഈ കഴിവുകൾ കിട്ടണമെന്നുണ്ട്. അപ്പം ഞാൻ ഒറ്റ വാക്കിൽ പറയാം. 80കളിൽ ഇറങ്ങിയൊരു ബുക്ക് ബോൺ ടു വിൻ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ജയിക്കാനായിട്ട് ജനിച്ചവൻ, എറിക് ബേൺസൺ അത് എഴുതിയത്. പൗലോസ് ചേട്ടനെ കാണുമ്പോൾ ജയിക്കാനായി ജനിച്ചവൻ, ജീവിതത്തിൽ ഒരു കരുത്തുകൾ നേടിയത് അഡ്വൈസിറ്റീസിനെ നേരിട്ടുകൊണ്ടാണെന്നും ഞങ്ങൾക്കറിയാം. അപ്പം അല്ലാതെ വളരെ സുന്ദരമായ ഒരു താഴ്വരയിൽ കൂടെ കടന്നു പോകുന്ന ജയിച്ച് വെല്ലുവിളി പാറിച്ച് നിൽക്കുന്ന ആളല്ല. അപ്പോൾ ഈ പൗലോസ് ചേട്ടന് ഈ അവസരത്തിൽ ഞങ്ങൾ പലതരത്തിലും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കോൺട്രാക്റ്റും എൻ്റെ ബാങ്കിങ് ജീവിതമൊക്കെ ആയിട്ട് വളരെ പൊരുത്തപ്പെട്ട് പോകുന്നതാണ്. കോൺട്രാക്റ്റിന് കാശ് വേണം, ബാങ്കിന് കാശ് കൊടുക്കുകയും വേണം. ഇത് രണ്ടും കൂടി വളരെ ഞാൻ പോയ പല ബ്രാഞ്ചുകളിലും പുള്ളി വരാനും പ്രോത്സാഹിപ്പിക്കാനും. ഇനി ബോൺ ടു വിൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ ഇരിക്കണ പാറക്കടവിലെ എല്ലാവരുടെയും എൻ്റെ ഇതാണെങ്കിൽ എല്ലാ പെണ്ണ് കാണാൻ പോക്കലും ഒരു 5-8 എണ്ണം പോയിട്ടുണ്ട്. അതൊക്കെ ബാങ്കിൽ കയറിയ പിന്നെയാണ് പുള്ളി പറഞ്ഞ് എനിക്കൊരു ബൈക്ക് വേണം, അതൊരു 5 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റി. ആ ബുള്ളറ്റുമ്മ കൊടുത്ത് ഒരു പ്രാഗൽഭനായിട്ടുള്ള മനുഷ്യൻ ഇവിടെയൊക്കെ കറങ്ങി. അപ്പം നമ്മുടെ വീടുകളിൽ എന്ത് പരിപാടി ഉണ്ടായാലും പൗലോസ് ചേട്ടൻ്റെ പട 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 ഒച്ച കേട്ട എല്ലാവർക്കും സമാനം. ആ പൗലോസ് വന്നു. പൗലോസ് അവിടെ തുറുവിൻ്റെ അവിടെ ഇത് ഒതുക്കിയിട്ടിട്ട് എന്തായിടാന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി എന്തെങ്കിലും ഈ ഒരു കരുത്തോട് കൂടിയിട്ട് ആ ഊക്കൻ കുടുംബത്തിനെ മുഴുവൻ നയിക്കാനായിട്ട് ഈ മൂത്ത ചേട്ടന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളോട് ഞാൻ ഏറ്റു പറയാണ്. ഇപ്പോൾ പിന്നെ ഡേവിസും മാത്യൂസും പറഞ്ഞു ദീർഘമായ ഒരു കാലം. അപ്പോൾ ഒരു 90-കാരൻ അവിടെ ഇരിക്കണം, ഒരു 90-കാരൻ ഇവിടെ ഇരിക്കണം ആശംസ അർപ്പിച്ചുകൊണ്ട്. എനിക്കും 80ആയി. അപ്പോൾ ഇപ്പോൾ തോന്നണതെന്ന് വെച്ചാൽ ഇതൊന്നൊരു ദീർഘമായിട്ടുള്ള കാലമൊന്നുമല്ല. മനസ്സിലായി? നമ്മളങ്ങോട്ട് ജീവിച്ചാൽ മതി. കാലം എന്നൊന്നില്ല എന്നൊരു തിയറി ഉണ്ട്. ആ മാതിരി നമ്മളങ്ങോട്ട് ജീവിച്ചാൽ മതി. അപ്പോൾ ഈ അവസരത്തിൽ ഓസ്റ്റിനും ഏറ്റവും ഇളയ പേരക്കിടാവിൻ്റെ ഒരു പ്രധാന ചടങ്ങും കൂടി വിറ്റ്നസ് ചെയ്യുകയാണ്. ഇനി അവൻ്റെ കല്യാണവും പഠിത്തവും കാര്യങ്ങളും ഒക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ 2 പേർക്കും കൂട്ടിയൊരാശംസ ഞാൻ കൊടുത്ത് ദൈവം നിങ്ങളെ ഇനിയും ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ അർപ്പിക്കാൻ ആൻസി മേമയെ ക്ഷണിക്കുന്നു. ഇതിന് ഏറ്റവും ആദ്യം അനുമോദനങ്ങൾ പറയേണ്ടത് മക്കളോടാണ്. പല സ്ഥലത്തും 90, 100 കഴിഞ്ഞ് അപ്പാപ്പന്മാരിയ്ക്കുണ്ടെങ്കിലും ഇതുപോലെ ആഘോഷങ്ങളൊക്കെ വളരെ കുറവേ ഉള്ളൂ നമ്മുടെ നാട്ടിലിപ്പോൾ. എൻ്റെ അപ്പനിപ്പോൾ 94 വയസ്സായി കേട്ടോ. അതുകൊണ്ട് 90 വലിയ പ്രായമൊന്നുമല്ല. അപ്പം മക്കൾക്ക് ആദ്യം തന്നെ എല്ലാവിധ അനുമോദനങ്ങളും നേരുന്നു. ഈശോയെ ആദ്യമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ സ്വന്തം മാലാകക്കുട്ടിയായിട്ടിരിക്കുന്ന ഓസ്റ്റിന് എല്ലാ പ്രാർത്ഥന ആശംസകളും നേരുന്നു. പൗലോസേട്ടനെ കുറിച്ചിട്ട് ഞാൻ ഓർക്കുന്ന 1-2 വാചകങ്ങളാണ് പറയാൻ ഞാൻ വിചാരിക്കുന്നത്. 1996 ജനുവരി 13-നാണ് പൗലോസേട്ടനെ ഞാൻ ആദ്യമായി കാണുന്നത്. എൻ്റെ മനസ്സമ്മതത്തിന് പട്ടിക്കാടുള്ള എൻ്റെ വീട്ടിൽ വെച്ചിട്ട്. അന്നത്തെ അതേ മുഖം തന്നെയാണ് പൗലോസേട്ടന് ഇപ്പോഴും. അതേ ചിരി, അതേ ഫേസ്, മുടി കുറച്ചുകൂടി ഒന്ന് നരച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ കഴിഞ്ഞ 2026 അരുണിൻ്റെ കല്യാണത്തിന് ജനുവരി 10-ാം തീയതി കയറി വരുമ്പോഴും പൗലോസേട്ടന് അതേ ചിരി തന്നെയാണ്. കയ്യിലൊരു സ്റ്റിക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി സെഞ്ചുറി ആഘോഷിക്കാനും ഇതേ മുഖത്തോടെ, ചിരിച്ച മുഖത്തോടു കൂടി പൗലോസേട്ടന് ഇനിയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾ അതിനായിട്ട് കാത്തിരിക്കുകയാണ്. അതിനായിട്ട് എല്ലാ മക്കളും ഒരുങ്ങി തന്നെ ഇരിക്കുക. 2 പേർക്കും പ്രാർത്ഥനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അപ്പാപ്പനെ ആദരിക്കാൻ ഇവിടുത്തെ വിൻസെന്റ് പോളിന്റെ കൂട്ടായ്മയുടെ ആൾക്കാർ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും സവിശേഷവും അതിലേറെ സന്ദർഭോചിതവുമായ
ഒരു ആഘോഷ പരിപാടിയിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. നമുക്കറിയാം 90 വർഷം, അതൊരു ചെറിയൊരു സംഖ്യയല്ല. അത് പങ്കുവെക്കലിൻ്റെയും സ്നേഹത്തിൻ്റെയും അത് അതിജീവനത്തിൻ്റെയൊക്കെ ഒരു കാലയളവാണ്. ഈ 90 കാലം ഇടവകയോടും അദ്ദേഹം വളരെയധികം വളരെ കരുതലോടെയാണ് ഈ ഇടവകയെയും കണ്ടിട്ടുള്ളത്. ഇടവകയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇടവകയുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും അതിൻ്റെ നിർമ്മാണ കമ്മിറ്റിയിലൊക്കെ വളരെ സജീവമായി പൗലോസേട്ടൻ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അത് വളരെ രഹസ്യമായിട്ടുള്ള ഒരു സംഭാവനയും അദ്ദേഹം ചെയ്യാറുണ്ട്. ഉദാഹരണം, ഈ പാരിഷ് ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് പൗലോസേട്ടൻ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രകൃതം അദ്ദേഹത്തിനുണ്ട്. എന്തായാലും ഇനിയും വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന് നല്ല ആരോഗ്യവും ഇതേപോലെ ചിരിച്ചിട്ടുള്ള ഒരു ഫേസോടുകൂടി ജീവിതത്തെ ഫേസ് ചെയ്യാനും മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റി ചെങ്ങമനാടിൻ്റെ ഞങ്ങളുടെ ചെറിയൊരു ആദരം. ഇങ്ങനെ അപ്പച്ചൻ്റെ ഈ നവവേദിയുടെ നിറവിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ആശംസിച്ച് സംസാരിക്കുവാനായിട്ട് ഒരു അവസരം തന്നത് ഈ ചടങ്ങ് ഇവിടെ ഒരുക്കിയ മക്കൾക്കും ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഓർമ്മകൾ തുടങ്ങുന്നത് ഒരു 91-ലൊക്കെയാണ്. 91-ൽ ഞാനും ബോളും ഒക്കെ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയത്താണ്. അന്ന് എൻ്റെ ഓർമ്മയിൽ 92-ൽ ഇളയ ചേച്ചിയുടെ കല്യാണം വന്നോണം. ആ സമയത്ത് അതിക്ക് മുന്നേ വരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്നത്തെ കാലത്ത് ചെറിയ ചെറിയ കൊസ്രാക്കുള്ളിത്തരമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സമയവും അപ്പത്തിന് പേടിയുള്ളതും അങ്ങനെയൊക്കെയുള്ളൊരു സമയമുണ്ടായിരുന്നു. പക്ഷെ കാലക്രമത്തിൽ ഇവിടെ വരാനൊരു ഇടയുണ്ടായി. ഞാനിവിടെ 2006 ഇവിടെ താമസമായി. അപ്പോൾ എൻ്റെ ലോക്കൽ ഗാർഡിയനായിട്ട് ഉണ്ടായിരുന്ന അപ്പച്ചനാണ്. ആര് പറഞ്ഞാലും എൻ്റെ അഡ്രസ്സ് അപ്പച്ചനാ. ആരാണെന്ന് ചോദിച്ചാൽ പറയും പൗലോസേട്ടൻ, ഊക്കം പൗലോസേട്ടൻ. അതുപോലെ തന്നെ പോളി എന്ന് പറയും, ഊക്കം പോളി എന്ന് പറയും. അങ്ങനെ ഈ ഫാമിലിയോട് വളരെ അടുത്തും ഒക്കെ ഇടപഴകാനൊരു അവസരം തന്നു. കാലക്രമേണത്തിൽ ഞങ്ങളുടെ കൂട്ടായ്മ പോളിയോടൊപ്പം എല്ലാം കൂടിയിട്ട് പല രീതിയിലും വളരുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ളൊരു സാധ്യത ജയിച്ചു. ഇതിനൊക്കെ ഉപരിയായിട്ട് അപ്പച്ചന് പലപ്പോഴും കാണുമ്പോൾ നല്ലൊരു കർഷകൻ, അധ്വാനി, പ്രാർത്ഥന ജീവിതത്തിലൂടെ കുടുംബത്തെ നയിക്കുന്ന ഒരാൾ, അതെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അങ്ങനെ പകർന്നു തന്നൊരു വെട്ടത്തിൻ്റെ ആ വെളിച്ചത്തിൻ്റെ ഭാഗമായിട്ട് ഇത്രയൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ സാധിച്ചു. അതെല്ലാം അപ്പച്ചൻ്റെ ഈ പ്രാർത്ഥനയുടെ എല്ലാ അനുഗ്രഹമാണെന്ന് വിചാരിക്കുന്നു. അതിന് അപ്പച്ചനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇനിയുള്ള കാലങ്ങൾ അപ്പച്ചൻ സന്തോഷമായിട്ട് ഇരിക്കണം, അതിനെല്ലാ പ്രാർത്ഥനകളും നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അപ്പച്ചൻ്റെ കൊച്ചുമോൻ ഈ അവസരത്തിൽ ഓസ്റ്റിൻ്റെ കുർബാന വെളിപ്പാടിൻ്റെ ആദ്യമായിട്ട് യേശുവായിട്ട് ചേർന്ന ഓസ്റ്റിനും എല്ലാ ആശംസകളും ഭാവിയിൽ നല്ലൊരു കൊച്ചുമോനായിട്ട് അപ്പൂപ്പനെ മാതൃകയാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ ആശംസകളും നൽകിക്കൊണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു ചെറിയ ഉപഹാരം സമർപ്പിക്കുവാനായിട്ട് ഞങ്ങളുടെ എല്ലാവരും കൂട്ടുകാരുണ്ട് ഇവിടെ. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ന് എൻ്റെ നവതി ആഘോഷിക്കുന്ന സമയത്തും എൻ്റെ കൊച്ചു പേരക്കും മോൻ്റെ വിശുദ്ധ കുർബാന സ്വീകരണത്തിനും ഇവിടെ വന്നു ചേർന്ന എല്ലാ മാന്യ മഹാന്മാർക്കും ബന്ധുക്കൾക്കും എൻ്റെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി.
അല്പം സമയം വൈകിയെങ്കിലും അല്പം കൂടി സമയം കൂടി നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് വിചാരിക്കണം. ഞാൻ വളരെ അവിചാരിതമായിട്ടാണ് ഇങ്ങനെ ഒരു സ്വീകരണം ഇവിടെ പ്രതീക്ഷിച്ചത്. ഇത്തരം വലിയ സ്വീകരണം ഉണ്ടാവുന്ന ഈ വീഴ്ച പറ്റി കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കിങ്ങനെ വരേണ്ടി വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ പിള്ളേരും ബാക്കി എല്ലാവരും കൂടി നിർബന്ധിച്ച് എന്നെ പൊക്കി ഇവിടെ വരെ കൊണ്ടുവന്നു. കഴിഞ്ഞ 1-ാം തീയതി ഒരു വീഴ്ച വീണു. അതാണ് എനിക്ക് പറ്റിയത്. 1-ാം തീയതി, ഏപ്രിൽ 1-ാം തീയതി, അതായത് വലിയ ബുധനാഴ്ച ഒരു വീഴ്ച വീണ് കാലിൻ്റെ ഇടുപ്പല്ലിൽ പൊട്ടിയെങ്കിലും അത് ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ഒരു 1000-ൽ-1 അംശം എനിക്ക് തന്നതാണെന്നുള്ള സന്തോഷത്തോടുകൂടി ഞാൻ സ്വീകരിച്ചു. വലിയ ആഴ്ചയിലായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ദുഃഖവെള്ളി, പെസഹ വ്യാഴാഴ്ച, ദുഃഖശനി, ഈസ്റ്റർ ഇതിനൊന്നും പള്ളിയിൽ പോകാതിരുന്ന കൊല്ലമാണ് ഈ 2026. എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്, മറക്കാൻ പറ്റാത്തൊരു വർഷമാണ്. അന്ന് ഞാനിങ്ങനെ കിടപ്പായിപ്പോയി. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞാൻ വിചാരിക്കണം. ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളും സഹായങ്ങളും എനിക്ക് നടിക്കിയിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ദൈവവചനം പലപ്പോഴും കേട്ടേക്കുന്ന സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. 2 ഭാര്യമാരുടെ രോഗത്തിലും എൻ്റെ 2-3 അപകടങ്ങളിലും എല്ലാം ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ വ്യക്തമായി കേട്ടിട്ടുണ്ട്. അതിന് ഒരു സംശയമില്ല. ഞാൻ ആ വിശ്വാസത്തിൽ ഇന്നും ജീവിക്കുന്നു. എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എപ്പോഴും ആ ഒരു വിശ്വാസം, ധൈര്യവും എനിക്കുണ്ട്. വളരെ അവിചാരിതമായിട്ടാണ് പാറക്കടവിൽ, കൊച്ചുകടവ് ഭാഗത്ത് താമസിച്ചിരുന്ന ഞാൻ ഇവിടേക്ക് വരാനിട വന്നത്. അന്ന് 6 മക്കളിൽ 4 പേര് ആലുവയിൽ കോളേജ് ഭാഗത്തൊക്കെ പഠിക്കുന്നു. 2 പേര് അവിടെ മാളയിൽ പഠിക്കണു. എനിക്ക് ദിവസം ആലുവയ്ക്കും പഴങ്ങനാട്ടേക്കും അങ്ങനെ വർക്ക് സൈറ്റിലേക്കൊക്കെ പോകണം. ഇങ്ങനെ തിരക്കായിട്ട് ഒരു ബുള്ളറ്റും വെച്ചുകൊണ്ട് ഓടി നടക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, പാറക്കടവ് പുഴ കടന്ന് എല്ലാവരുടെയും ഈ യാത്ര സൗകര്യപ്രദമായിരിക്കില്ല, അപകടമായിരിക്കും. ഈ അസാധ്യത സൗകര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞാൻ എങ്ങനെയായാലും പാറക്കടവ് പാലത്തിന് ഇപ്പുറത്തേക്ക് താമസം മാറ്റണമെന്ന് വിചാരിച്ചുകൊണ്ട് അന്വേഷണം തുടങ്ങി. ആലുവയിൽ ഒരു സ്ഥലം കച്ചവടം ചെയ്തു. അതവിടുന്ന് പിറ്റേ ദിവസം അഡ്വാൻസും കൊണ്ട് വന്നപ്പോൾ അയാൾ വാക്കുമാറി. അങ്ങനെ അവിടുന്ന് നിരാശനായിട്ട് ഞാൻ വരുന്ന സമയത്ത് ചെങ്ങനാട് അത്താണി ജംഗ്ഷനിൽ വെച്ച് എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു മെയ്സൺ എന്നെ കണ്ടു. വർത്താനം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ചെങ്ങമനാട് പള്ളിയുടെ അടുത്ത് എനിക്കൊരു വീട് മേടിക്കണം, അതിന് താനും അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആവാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ആലുവയിൽ നിന്ന് വരുമ്പോൾ ഈ മനുഷ്യൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു വീടുണ്ട്, ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട്. അതൊരു പഴയ ടൈൽഡ് റൂമിട്ട ഒരു ചെറിയ വീടായിരുന്നു. ഇങ്ങനെ ഒരു വീടുണ്ട് പള്ളിയുടെ അടുത്ത് തന്നെ, നമുക്ക് നോക്കാം. അപ്പോൾ പള്ളിയുടെ അടുത്ത് നിന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവാൻ കാരണം, ഞാൻ അന്ന് താമസിച്ചിരുന്നത് 3-3.5 കിലോമീറ്റർ 3 പള്ളിയിലേക്കും അകലമുള്ള സ്ഥലത്താണ്. കൊച്ചുകടവ്, കുണ്ടൂര്, മൂഴിക്കുളം. ഈ 3 3.5 കിലോമീറ്റർ പോകണം. അപ്പോൾ കുട്ടികളും 6 കുട്ടികളും ഞാനും കുട്ടികളുടെ അമ്മയും എൻ്റെ അമ്മായിയപ്പൻ്റെ ഒരു ഇളയപ്പനും 10 അംഗങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഈ പള്ളിയിൽ പോക്ക് വലിയ ഭാരമായിട്ട് ഞങ്ങൾക്ക് സാധിക്കാത്ത നിലയിലുമായി. ഉടനെ അതുകൊണ്ടും കൂടിയാണ് ഇവിടേക്ക് താമസം മാറ്റാനായിട്ട്. അപ്പോൾ പള്ളിയുടെ അരിയത്ത് വീട് വേണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വളരെ ഉണ്ടായിരുന്നു. ആ ആഗ്രഹം വെച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഈ മെയ്സനെ കണ്ടു. അയാൾ പിറ്റേ ദിവസം ഈ സമയത്ത് തന്നെ വൈകിട്ട് കാത്തുനിന്നു. ഞങ്ങൾ തമ്മിൽ കണ്ടു. അയാൾ ഇപ്പോഴത്തെ വീടിൻ്റെ അവിടെ വിളിച്ചു കൊണ്ടുവന്നു. അവിടെ അത് കച്ചവടം ചെയ്തു, കരാറെഴുതി. ഒരു 3 ദിവസം കൊണ്ട് ആധാരവും കഴിഞ്ഞു. ആധാരം കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്ക് എൻ്റെ അവിടുത്തെ കൊച്ചുകടവിലെ വീട് വിറ്റു. 40 ദിവസം കൊണ്ട് വീട് ഒഴിഞ്ഞു കൊടുക്കണം. ആ 40 ദിവസത്തിനുള്ളിൽ ഇവിടുത്തെ പണി വേഗം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെയൊക്കെ കൂട്ടി അവസാനിപ്പിച്ചു. അവിടുന്ന് താമസം ഇങ്ങോട്ട് മാറ്റി. അവിടെ നിന്നതിന് ശേഷം ഒരു ദിവസവും മുടങ്ങാതെ ഈ നമ്മുടെ പള്ളിയിൽ പോകാനായിട്ട് ഞങ്ങൾ ദൈവം അനുവദിച്ചു. അങ്ങനെ പള്ളി അടുത്തായതുകൊണ്ട് ആധ്യാത്മിക കാര്യങ്ങളിൽ വളരെ പുരോഗതിയും ഉന്നതിയും വരുത്താനും കുട്ടികൾക്കെല്ലാവർക്കും അവരുടെ വേദോപദേശത്തിനും ബാക്കി കാര്യങ്ങളിലും പങ്കെടുക്കാനും നല്ല ദൈവ വിചാരത്തോടുകൂടി ദൈവ ചിന്തയോടുകൂടി ജീവിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ദൈവം ഒരുക്കി തന്നു.
അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് അപകടങ്ങളും നന്മകളും വരുത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ ഇവിടെ വന്നുകൂടിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ 100 നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ നിർത്തട്ടെ, ഇനി ഞാൻ അവസാനിപ്പിക്കട്ടെ, ഇനി ഞാൻ വിശ്രമിക്കട്ടെ. ഞങ്ങളുടെയെല്ലാം പ്രിയപ്പെട്ട സുഹൃത്ത് പോളിയുടെ അച്ഛൻ്റെ 90-ാം പൗലോസേൻ്റെ 90-ാം ജന്മദിനമാണ്. ഇന്നോ അല്ല, ആളും സാറാണ്, നിങ്ങൾ വെറുതെ ഇരിക്കല്ലേ. അതെ, അതുപോലെ പൗലോസേൻ്റെ 90-ാം ജന്മദിനമാണ്. അതുപോലെ നമ്മുടെ കൊച്ചിൻ്റെ കുർബാനക്കുള്ള പാഠമാണ്. അച്ഛൻ നമ്മളെ അനുഗ്രഹിക്കണ്ട അല്ലേ? കാരണവർ ഞങ്ങളത് അനുഗ്രഹം എന്ന് ഞങ്ങൾ പറയില്ല. ഇനിയും ദീർഘായുസ് കൊടുത്ത് നമുക്കൊക്കെ നേതൃത്വം കൊടുക്കാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് പൊതുപ്രവർത്തനം കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹിയായിരുന്നു. അങ്ങനെയൊക്കെ വളരെ രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തനത്തൊക്കെ സജീവമായി ഉണ്ടായ വ്യക്തിത്വമായിരുന്നു. അതുപോലെ നമ്മുടെ വികാരി അച്ഛൻ്റെ ജന്മദിനമാണ്, ജോൺസൺ അച്ഛൻ്റെ ജന്മദിനമാണ്. അച്ഛനെയും ഈ സ്ഥലത്തിൽ ഞാൻ പ്രത്യേകം ജന്മദിന ആശംസകൾ നേരേണ്ടേ. അച്ഛൻ്റെയൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തണം എന്ന് മാത്രം പറയുന്നു. മോനും എല്ലാ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് 2 in 1 2 പരിപാടികൾ, 2 കർമ്മങ്ങൾ ഒന്നിച്ച് നമ്മുടെ ഈ കുടുംബത്തിൽ, പൂക്കൻ പൗലോസേട്ടൻ്റെ കുടുംബത്തിൽ ആഘോഷിക്കുകയാണ്. പൂക്കൻ പൗലോസേട്ടൻ്റെ 90-ാം ജന്മദിനവും അതുപോലെ ഓസ്റ്റിൻ്റെ ആദ്യ കുർബാന സ്വീകരണവും. 2 പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാനുണ്ടായില്ല. ഞാനിതിനു മുമ്പ് ഒരു പരിപാടി, ഒരു നിത്യവ്രതത്തിൻ്റെ ഒരു പ്രസംഗം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ പഴയ പള്ളിയിൽ. അതിനുവേണ്ടി പോയതായിരുന്നു. ഇനിയിപ്പോൾ ഉടനെ അടുത്തൊരു യാത്ര, ഇന്നത്തെ മണി കഴിഞ്ഞാൽ തിരക്ക് കഴിഞ്ഞു. നാളെ മുതൽ വെറുതെ ഇരിക്കുന്ന ജോലിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉടനെ 1:45 വിമൻസ് വെൽഫെയറിൻ്റെ കെയർ ഓഫിൽ ഒരു അഗതി മന്ദിരം സന്ദർശനമുണ്ട്. അതിന് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇവിടെ 2 പേർക്കും, പൗലോസ് ചേട്ടനും അതുപോലെ ഓസ്റ്റിനും, 2 പേർക്കും പ്രത്യേകമായിട്ട് ദൈവനാമത്തിൽ, ഈശോയുടെ നാമത്തിൽ പ്രത്യേകം എല്ലാവിധ അഭിനന്ദനങ്ങളും അതുപോലെ ആശംസകളും നേരുന്നു. ഇനിയും ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകട്ടെ എന്ന് പൗലോസ് ചേട്ടനാണ് പ്രത്യേകം നന്മകൾ നേർന്നുകൊണ്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിൽ ഓസ്റ്റിൻ നല്ല മിടുമിടുക്കനാണ്. ഞങ്ങൾ ഇന്നലെ ഇവിടെ നിന്നൊരു 14 കുട്ടികളായിട്ട് ചിറ്റലപ്പള്ളി സ്ക്വയറിൽ പോയിരിക്കുകയായിരുന്നു. ഞാനും സിസ്റ്ററും ഉണ്ടായിരുന്നു. ഓടി നടന്ന എല്ലാ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ മിടുമിടുക്കന പോസ്റ്റിനും പ്രത്യേകമായിട്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Yeah.
എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാം സീനായി മാമലയിൽ ചെടിയായി വളരണമേ യഹോവേ. എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാം സീനായി മാമലയിൽ ചെടിയായി വളരണമേ യഹോവേ. മോശയാൽ യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനേ, മോശയാൽ യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനേ, മനസ്സിലെ മരുവിലും സമാഗമന കൂടാരവുമായി നിൽപ്പു നിൻ മുൻപിൽ ഞാൻ, എന്റെ പാപമകറ്റണമേ. എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാം സീനായി മാമലയിൽ ചെടിയായി വളരണമേ യഹോവേ. അതിലായിരമാശകളാലൊരു പൊന്മലമേയും തേൻ വണ്ടുന അലരേ തേൻ വണ്ടുന. ദൈവമേ നന്ദി, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങ് തന്ന ദാനത്തിനായി അങ്ങ് തന്ന സ്നേഹത്തിനായി നന്ദി നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നന്ദി ദൈവമേ. അങ്ങ് തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം, അങ്ങ് തന്ന രോഗത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും